ലാഹിരി മഹാശയൻ കേട്ടിട്ടുണ്ട് ഒരുപാട്. കാര്യമായൊന്നും അറിയില്ല. എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. കഥയമമയിൽ നമ്മുടെ പ്രേക്ഷകരോട് രാമേന്ദ്ര സാർ ഇന്ന് ലാഹിരി മഹാശയനെക്കുറിച്ച് പറയണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അതായത് ഈ പരമഹംസ യോഗാനന്ദയുടെ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി, അത് മലയാളത്തിലും ഉണ്ട്. ധാരാളം ആളുകൾ അത് വായിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് അത് വലിയ പുസ്തകമാണ്. അധികം വിലയുമില്ല. ഇല്ല സബ്സിഡൈസ്ഡ് റേറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ധാരാളം ആളുകൾ വാങ്ങിക്കുന്നതുകൊണ്ട് അങ്ങനെ ഇറക്കുന്നുണ്ട് അത്. അപ്പോൾ ആളുകൾക്ക് അങ്ങനെയാണ്, ആ പുസ്തകം വഴിയാണ് ലാഹിരി മഹാശയൻ അറിയപ്പെടുന്നത് തന്നെ. ആ പുസ്തകം വായിക്കുന്നവരൊക്കെ നമ്മളിതും സംസാരിക്കണമെന്ന് പറയാറുമുണ്ട്. അപ്പോൾ പരമഹംസ യോഗാനന്ദയുടെ ഗുരു യുക്തേശ്വറിൻ്റെ ഗുരുവാണ് ലാഹിരി മഹാശയൻ. ലാഹിരി മഹാശയ് മഹാവതാർ ബാബയുടെ ശിഷ്യനാണ്. അങ്ങനെയാണ് ആ പരമ്പര പോകുന്നത്. അപ്പോൾ മഹാവതാർ ബാബ മുതലാണ് ഈ ക്രിയായോഗ എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ ഇന്നത്തെ സനാതനധർമ്മ പ്രചാരണത്തിൻ്റെ രീതി ഒക്കെ തുടങ്ങുന്നത്. ഇദ്ദേഹം ലാഹിരി മഹാശയൻ 1828 മുതൽ 1895 വരെയാണ് ജീവിച്ചിരുന്നത്, 19-ാം നൂറ്റാണ്ട്. ഒരു ഗൃഹസ്ഥന്, വിവാഹിതനായിരുന്നു, കുട്ടികളുമൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഗൃഹസ്ഥന് സാധിക്കാവുന്ന പരമപദത്തിലെത്തിയ ആളാണ് അദ്ദേഹം എന്ന് പരമഹംസ യോഗാനന്ദ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ബീറ്റിൽസിൻ്റെ ആൽബത്തിൽ ഇദ്ദേഹത്തിൻ്റെ കവറിൽ ഇദ്ദേഹത്തിൻ്റെ ചിത്രമാണ് വെച്ചിരുന്നത്. 1967 ബംഗാളി ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. അച്ഛൻ ഗുർമോഹൻ, അമ്മ മുക്തകേശി. നദിയ ജില്ലയിലാണ്, ഗുർണി ഗ്രാമത്തിൽ, നദിയയിലെ ഗുർണി. 1832 അമ്മയെ നഷ്ടപ്പെട്ടു. അവിടെ വലിയ വെള്ളപ്പൊക്കം വന്നു. വെള്ളപ്പൊക്കത്തിൽ, പ്രളയത്തിൽ വീട് അങ്ങനെ തന്നെ പോവുക ചെയ്തത്. അമ്മയെ നഷ്ടപ്പെട്ടു, വീടും പോയി. അത് കഴിഞ്ഞ് ഇവർ വാരാണസിയിലേക്ക് താമസം മാറ്റി, കാശിയിലേക്ക്. അവിടെ വച്ചിട്ടാണ് ഫിലോസഫി, ഇംഗ്ലീഷ്, സംസ്കൃതം ഒക്കെ ലാഹിരി മഹാശയൻ പഠിക്കുന്നത്. ഈ മോഹൻലാലിന് ഒരാൾ കാശിയിൽ ഓരോ സ്ഥലങ്ങളൊക്കെ കാണിച്ചത് അവിടുത്തെ ഒരു മലയാളി യുവാവ് എഴുതിയിരുന്നത് ഞാൻ വായിച്ചിരുന്നു. അപ്പോൾ മോഹൻലാൽ ലാഹിരി മഹാശയൻ്റെ വീടെവിടെ എന്ന് പറഞ്ഞിട്ട് പോയി ഈ വീട് കണ്ടതുമൊക്കെ വിവരിച്ചത് പെട്ടെന്ന് ഓർമ്മ വന്നു. അങ്ങനെയാണ് മോഹൻലാലിൻ്റെ വേറൊരു വശം വിവരിക്കുന്ന, ആത്മീയ വശം വിവരിക്കുന്ന ഒരു ലേഖനമായിരുന്നു അത്, ഈ കാശിയിൽ പോയിട്ട്. ഈ 1846 കാശിമണി എന്ന് പറഞ്ഞ സ്ത്രീയെ വിവാഹം ചെയ്തു. അവരെ വായിക്കാനുമൊക്കെ പഠിപ്പിച്ചു, അക്ഷരമൊക്കെ പഠിപ്പിച്ചു. 1851 ക്ലർക്കും ട്യൂട്ടറും ഒക്കെ ആയിട്ട് ജോലി ചെയ്തു ലാഹിരി മഹാശയൻ. 1861 നവംബർ 27 റാണിഖേദിൽ വെച്ചിട്ട് ആണ് ഈ ഗുരുവിനെ, ബാബാജിയെ കാണുന്നത്. അദ്ദേഹം യുക്തേശ്വറിനെ അദ്ദേഹം ഗുരുവിനെ കാണുന്നത്, മഹാവതാർ ബാബയെ കാണുന്നത്. ക്രിയായോഗം ധ്യാന സമ്പ്രദായമാണ് ക്രിയായോഗം, അത് അദ്ദേഹമാണ് പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് ഇദ്ദേഹം ലാഹിരി മഹാശയൻ ഭാര്യയ്ക്ക് അത് പഠിപ്പിച്ചു കൊടുത്തു. പരമഹംസ യോഗാനന്ദയുടെ മാതാപിതാക്കളെയും പഠിപ്പിച്ചു. അങ്ങനെയാണ് പരമഹംസ യോഗാനന്ദ ഇദ്ദേഹത്തിനെ അറിയുന്നത്. യോഗാനന്ദയുടെ ഗുരു യുക്തേശ്വരനും പഠിപ്പിച്ചു കൊടുത്തു ക്രിയായോഗം. പരമഹംസ യോഗാനന്ദ എഴുതിയിരിക്കുന്നത്, സുഗന്ധം ഒരു സ്ഥലത്ത് നിന്നും മാറ്റാനാകാത്തതുപോലെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആത്മീയ മഹത്വം അടങ്ങിയില്ല. ആത്മീയ മധു നുകരാൻ ശിഷ്യന്മാരായ ഈച്ചകൾ വന്നുകൂടിക്കൊണ്ടിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ശ്യാമചരൺ ലാഹിരി എന്നായിരുന്നു. ലാഹിരി യുക്തേശ്വറിൻ്റെ ശിഷ്യനാണ് യോഗാനന്ദ. യുക്തേശ്വർ ലാഹിരിയുടെ. അവതാർ ബാബാജി, ലാഹിരി എന്നിവർ ക്രിയായോഗത്തിൻ്റെ പിതാക്കളാണ്. ഹിമാലയ താഴ്വരയിൽ നിന്നാണ് 33-ാമത്തെ വയസ്സിൽ ഈ ഗുരുവിനെ കാണുന്നത്. 33 വയസ്സായിരുന്നു അന്ന് ലാഹിരി മഹാശയന്. ഒരു വൈകുന്നേരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ലാഹിരി മഹാശയൻ. അപ്പോൾ പുറകിൽ നിന്ന് ഒരു സാധു സന്യാസി പേര് വിളിക്കുന്നുണ്ട്. ആളെ പരിചയമൊന്നുമുള്ളതല്ല, പക്ഷെ
പേര് കൃത്യമായിട്ടും വിളിക്കുന്നുണ്ട്, ലാഹിരി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്നെ മനസ്സിലായില്ലേ മോനെ എന്ന് ചോദിച്ചു സന്യാസി. അപ്പോൾ അത് കഴിഞ്ഞ് മനസ്സിലായില്ല എന്നുള്ള ഭാവം നടിച്ചപ്പോൾ അച്ഛൻ്റെ മുത്തച്ഛൻ്റെയൊക്കെ പേര് പറഞ്ഞു, ലാഹിരി മഹാശയൻ്റെ ഈ സന്യാസി. എന്നിട്ട് ഒരു ഗുഹയിലേക്ക് കൊണ്ടുപോയി ലാഹിരി മഹാശയനെ. അവിടെ ശൂലം, കൂജ, സിംഹത്തോല്, പുലിത്തോല്, കുറച്ച് രുദ്രാക്ഷം ഒക്കെ ഗുഹയിൽ കണ്ടു. ഇതൊക്കെ കണ്ട് എവിടെയെങ്കിലും പരിചയമുണ്ടോ? ഇതൊക്കെ നിൻ്റേതാണ് എന്ന് പറഞ്ഞു, ഈ വസ്തുക്കളൊക്കെ. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്പരന്ന് പോയി. അത് കഴിഞ്ഞ് സാധു ഈ ലാഹിരി മഹാശയൻ്റെ നട്ടലിൽ കൈവച്ചു. അങ്ങനെ കൈവച്ച് കഴിഞ്ഞപ്പോൾ ഗുരുവിനെ തിരിച്ചറിയുകയാണ്, ഇതാണ് എൻ്റെ ഗുരു എന്നുള്ളത് തിരിച്ചറിയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ബാബാജി, മുജ്ജന്മത്തിൽ എൻ്റെ പ്രിയ ശിഷ്യനായിരുന്നു നീ പൊടുന്നനെ സമാധിയായി പോവുകയായിരുന്നു. ഈ അവതാരത്തിൽ നിനക്ക് ആത്മീയ ജീവിത പൂർണിമ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ശ്യാമചരൺ പൊട്ടിക്കരഞ്ഞു. ശ്യാമചരൺ ലാഹിരി വീട്ടിലേക്ക് മടങ്ങാൻ തോന്നിയില്ല, മടങ്ങിയില്ല. പക്ഷെ ബാബാജി പറഞ്ഞു വീട്ടിലേക്ക് മടങ്ങണം, എന്നിട്ട് ഗൃഹസ്ഥരായ മനുഷ്യർക്ക് ഇതൊക്കെ പകർന്നു കൊടുക്കണം, ഞാൻ പറഞ്ഞു തന്നതും പഠിപ്പിച്ചതുമൊക്കെ പകർന്നു കൊടുക്കണം എന്ന് പറഞ്ഞു. ആ സന്യാസിയായിരുന്നു അവതാർ ബാബ. മഹാശയൻ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചതായിട്ട് ആണ് കഥകളിൽ പറയുന്നത്. ഒരിക്കൽ സുഹൃത്തുക്കൾ നിർബന്ധിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതാർ ബാബ പ്രത്യക്ഷപ്പെട്ടു. ഇദ്ദേഹത്തിന് കാണാം, സുഹൃത്തുക്കൾക്ക് കാണാൻ പറ്റില്ല അവതാർ ബാബയെ. അപ്പോൾ അവർ വഴക്കിട്ടു. ബാബ പറഞ്ഞു, ഇങ്ങനത്തെ മാജിക്കൊന്നും കാണിക്കാനുള്ളതല്ല ഈ ആത്മീയ ശക്തി എന്ന് പറഞ്ഞ് ബാബ വഴക്കിട്ടു. അങ്ങനെയല്ല, എൻ്റെ കൂട്ടുകാർക്ക് കാണണം എന്ന് പറയുന്നു, അങ്ങ് അവർക്കും പ്രത്യക്ഷപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാർക്കും പ്രത്യക്ഷപ്പെട്ടു, സുഹൃത്തുക്കൾക്ക് മുന്നിലും പ്രത്യക്ഷപ്പെട്ടു. ഒരു സുഹൃത്ത് മരിച്ചപ്പോൾ ലാഹിരി മഹാശയൻ അദ്ദേഹത്തിന് ഉറപ്പിച്ചതായിട്ടും കഥയുണ്ട്. വീണ്ടും ജീവൻ കൊടുത്തു. ഒരു ലാഹിരി മഹാശയൻ്റെ ഒരു ശിഷ്യനോട് വേറൊരാൾ എന്നെ ഒന്ന് ശിഷ്യനാക്കണം എന്ന് അദ്ദേഹത്തിനോടൊന്ന് ശുപാർശ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വന്ന് പറഞ്ഞപ്പോൾ ലാഹിരി മഹാശയൻ പറഞ്ഞ വാചകം പ്രസിദ്ധമാണ്. അതായത് ഒരാൾക്ക് ദാഹമുണ്ടെങ്കിൽ അയാൾ കിണറിലേക്ക് പോകുമോ, കിണർ അയാളിലേക്ക് പോകുമോ എന്ന് ചോദിച്ചു. ദാഹമുള്ളവർ കിണറിൻ്റെ അടുത്തേക്ക് പോകും. അതാണ് ചെയ്യേണ്ടത്. ഗുരുവിനെ അന്വേഷിച്ച് പോകണം. ചിലപ്പോഴാണ് അത് സംഭവിക്കുക. 1895 ഡിസംബർ 26-നാണ് സമാധി. അസുഖം ബാധിച്ച് കിടക്കയിലായിരുന്നു. ശിഷ്യന്മാരെ ചുറ്റും വിളിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. അതിലിപ്പോൾ കേശവാനന്ദ എന്ന് പറഞ്ഞ ശിഷ്യൻ പറഞ്ഞിട്ടുണ്ട്, പരമഹംസ യോഗാനന്ദയോട് പറഞ്ഞിട്ടുണ്ട്, സമാധിക്ക് മുമ്പ് ഞാൻ ഹരിദ്വാറിലായിരുന്നു, ഉടനെ ബനാറസിലെത്താനായിട്ട് എനിക്ക് സന്ദേശം കിട്ടി ഗുരുവിൻ്റെ. അപ്പോൾ അദ്ദേഹം ചെന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കേശവാനന്ദയോട് പറഞ്ഞു, ആ കിടക്കയിലിരുന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എൻ്റെ യഥാർത്ഥ വീട്ടിലേക്ക് ഞാൻ മടങ്ങുന്നു, ഞാൻ വീണ്ടും ഉയർക്കും, നിങ്ങളാരും കരയേണ്ടതില്ല. എന്നിട്ട് അദ്ദേഹം 3 വട്ടം പത്മാസനത്തിലിരുന്നിട്ട് 3 വട്ടം ശരീരം ചുറ്റി, എന്നിട്ട് വടക്കോട്ട് നോക്കിയിരുന്ന് സമാധിയായി എന്നാണ് കേശവാനന്ദ പരമഹംസ യോഗാനന്ദയോട് പറഞ്ഞത്. അപ്പോഴും ഈ സമാധിക്ക് മുമ്പും ഭഗവത്ഗീത പ്രഭാഷണം നടത്തി. അത് കഴിഞ്ഞിട്ട് എണീറ്റു. ഞാൻ എന്തിനി സമയം പാഴാക്കുന്നു, യഥാർത്ഥ ഭവനത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. 3 ശിഷ്യർ 3 സ്ഥലത്ത്, അതായത് ഇവിടെ ഇല്ലാതിരുന്ന ശിഷ്യരും വേറെ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു 3 ശിഷ്യന്മാർ. ആ 3 ശിഷ്യന്മാരും ഒരു പ്രകാശ ശരീരം അവരുടെ മുമ്പിൽ കണ്ടതായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഈ രമണ മഹർഷി പോയപ്പോൾ പല ആളുകളും, ഇപ്പോൾ TR മഹാലങ്കോല്ലേ ഓടക്കുഴൽ വായിച്ചിരുന്ന അദ്ദേഹവും കണ്ടതായിട്ട് പറഞ്ഞിട്ടുണ്ട്. പരമഹംസ യോഗാനന്ദ ഒരു തീവണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ രമണ മഹർഷി
സമാധിയായ ഇത് കണ്ടതായിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രകാശം. അപ്പോൾ പ്രകാശ ശരീരം കണ്ടു 3 സ്ഥലത്ത്. അവരെ ആശ്വസിപ്പിച്ചു അദ്ദേഹം. അപ്പോൾ അവർക്കറിയില്ലായിരുന്നു സമാധിയായി എന്ന്. പിന്നീട് അറിഞ്ഞു സമാധി ആയപ്പോഴാണ് കണ്ടത് എന്നും മനസ്സിലായിരുന്നു. ഇത്രയും ഒക്കെയാണ് ലാഹിരി മഹാശയൻ്റെ കഥകൾ. ഞാൻ ആലോചിക്കുകയാണ് രാമേന്ദ്രൻ സാർ, നമ്മുടെ രാജ്യത്തിൽ എത്രയോ ഋഷിമാർ, എത്രയോ സാധുക്കൾ അവരുടെ ജീവിതം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും നമ്മുടെ സംസ്കൃതിക്ക് വേണ്ടിയും മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മളിവരെക്കുറിച്ചൊന്നും അറിയുന്നില്ല. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ സംസ്കാരം അല്ലെങ്കിൽ സനാതനം ഇതൊക്കെ പഠിപ്പിച്ചാൽ എന്തോ കുറവാണ് എന്ന് കരുതുന്ന ആളുകളാണ്. അന്ധവിശ്വാസമാണെന്ന് പറയുന്നവരാണ് ആദ്യത്തെ മന്ത്രിസഭ മുതൽ നമ്മുടെ പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ ലാഹിരി മഹാശയനെ പോലെയുള്ള നമ്മൾ എത്രയോ സാധുക്കളെ കുറിച്ച് പറഞ്ഞു അല്ലേ, ഇവരെക്കുറിച്ചൊന്നും നമ്മൾ അതാണ് ഇതൊന്നും നമുക്കറിയില്ല. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, അതിൻ്റെ ഉത്തരം നമ്മൾ തമ്മിലുള്ളൊരു സംഭാഷണത്തിൽ നമ്മൾ പറഞ്ഞതാണ്, എങ്കിലും ഞാൻ ആവർത്തിക്കുകയാണ്. നിങ്ങളൊക്കെ ഈ ബ്രാഹ്മണ്യത്തിന് വേണ്ടി നിൽക്കുന്നവരുടെ, നിങ്ങളുടെ ശങ്കരാചാര്യർ, നിങ്ങളുടെ വിവേകാനന്ദൻ, ഇവരൊക്കെ ബ്രാഹ്മണരല്ലേ? വിവേകാനന്ദ സ്വാമികൾ ബ്രാഹ്മണനാണെന്ന് കരുതുന്ന ഹിന്ദുക്കൾ തന്നെയുണ്ട്. ഇതൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ നമ്മുടെ ആചാര്യന്മാരെയും നമ്മുടെ സംസ്കാരത്തെയൊക്കെ പഠിപ്പിക്കുന്ന നമ്മൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, മോറൽ ഉണ്ടായിരുന്നു സ്കൂളിൽ. അപ്പോൾ പോലും നമ്മൾ പഠിക്കുന്നതൊന്നുമല്ല. ഇപ്പോൾ എനിക്ക് അറിയാം, നമ്മുടെ പുരാണത്തിൽ, അതായത് രാമായണവും ഭാഗവതവും രാമായണവും ഭഗവത്ഗീതയും അല്ലെങ്കിൽ മഹാഭാരതവും പോലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, പ്രത്യേകിച്ച് CBSE ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും അറിയില്ല. ICSE ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ ഇതുപോലും അറിയാത്ത ഏതോ പുസ്തകം, ഏതോ ആരോ എന്നൊക്കെ തരത്തിലേക്ക് സത്യത്തിൽ മാറിയിരിക്കുന്നു. ഇവർ ഈ പറയുന്ന അന്ധവിശ്വാസമോ ദൈവങ്ങളെ പറ്റിയോ ഒന്നും പറയാത്ത നമ്മുടെ ഒരു ട്രഷറാണ് ഈ ഉപനിഷത്തുക്കൾ. അതെ, അതും പഠിപ്പിക്കുന്നു. ഒന്നും പഠിപ്പിക്കുന്നു. അതിൽ ദൈവം ഒന്നും ഇല്ലല്ലോ. നമ്മുടെ വലിയ ലോകം പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യത എന്നല്ലേ പറയുന്നത്. ലോകത്തുള്ള മറ്റു രാജ്യങ്ങളൊക്കെ നമ്മുടെ ഈ അറിവിൻ്റെ അമൃതകുംഭങ്ങളെ ആർത്തിയോടെ ആഹരിക്കുകയാണ്. പക്ഷേ നമുക്കിതൊന്നും വേണ്ട. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ചെറിയ വിടവ് നികത്താനുള്ളൊരു എളിയ ശ്രമമാണ് നമ്മൾ ABCയിലൂടെ ചെയ്യുന്നത്. ഇതിനറിയാം, ചില നമ്മുടെ ഈ സംഭാഷണങ്ങളൊക്കെ 10,000-കണക്കിന് പേര് കാണുന്നുണ്ട്, ചിലതൊക്കെ 3,000-4,000 പേരെ കാണുന്നുള്ളൂ. നമ്മൾ തൃപ്തരാണ്. നമ്മളിപ്പോൾ നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് എയർ ചെയ്യുമ്പോൾ അതൊരു 3,000 പേരൊക്കെ മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ നമുക്കിത് ഷൂട്ട് ചെയ്യാനുള്ള എക്സ്പെൻസ് പോലും നമുക്ക് കിട്ടുന്നില്ല. പലപ്പോഴും അങ്ങനെയാണ്, പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയുകയാണ്. കാരണം നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് നമുക്ക് നല്ല എക്സ്പെൻസ് ഉണ്ട്. അതിൻ്റെ പക്ഷേ ഒരു 3,000-4,000 പേര് കണ്ടാലൊന്നും യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കൊണ്ട് അതിൻ്റെ ചിലവ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ പോലും നമ്മളത് ചെയ്യുന്നത് അതൊരു ദൗത്യമാണ്, ഒരു നിയോഗമാണെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എത്ര ആളുകൾ കാണുന്നു എന്നതല്ല, കാണുന്ന ആളുകളുടെ ഒരു ചിന്തയെ ഒന്ന് പ്രോജ്വലിപ്പിക്കാൻ അതിന് കഴിയുന്നുവെങ്കിൽ നമ്മൾ കൃതാർത്ഥരായി. ഇന്ന് ഞാൻ മീരയെ പറ്റി വായിക്കുകയായിരുന്നേ. അപ്പോൾ അതിങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ആ മീരയെ കാണാൻ അക്കാലത്ത് അക്ബർ അവരിയ്ക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്, വേഷം മാറിയിട്ട്. ഇങ്ങനൊരു വലിയ ആത്മീയ കഥാപാത്രം ഉണ്ടെന്ന് പറഞ്ഞ് ചെന്ന കഥ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതെ, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. നമ്മൾ പറഞ്ഞു സിസ്റ്റർ നിവേദിതയെക്കുറിച്ച് പറയണം, കൃഷ്ണനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് രാധയെക്കുറിച്ച് പറയണം, ഇപ്പോൾ പറഞ്ഞ മീരയെക്കുറിച്ച് പറയണം. ഇതൊക്കെ ആരാണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ ആരോ ഉണ്ട്. രാധ ശരിക്കും ഭാഗവതത്തിൽ ഇല്ലാത്ത കഥാപാത്രമാണ്. ഇത്തരം ജയദേവൻ ഉണ്ടാക്കി. അതെ, ഗീതഗോവിന്ദത്തിൽ നമ്മുടെ ആളുകൾ ഗീതാഗോവിന്ദം എന്നേ പറയത്തുള്ളൂ, ഗീതഗോവിന്ദം എന്ന് പോലും പറയത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരു ദേശീയത മുന്നിൽ നിർത്തി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമമാണ്. അതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഇതൊക്കെ നമുക്കൊന്ന് പറയണം. കഥയമമ്മ എന്നുള്ള നമ്മുടെ ഈ സ്പെഷ്യൽ എഡിഷൻ, ഈ ഒരു കോളം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്ത് നമുക്ക് ഇത്തരം വിഷയങ്ങൾ കുറച്ചുകൂടെ ഇൻറ്റൻസീവായിട്ട് ചെയ്യാൻ തോന്നും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.